സാറേ, ഇന്ന് നമ്മളൊരു തൊഴിൽ സംരംഭകയെ പരിചയപ്പെടാം. തൊഴിൽ സംരംഭം എന്ന് പറയുന്നത് നമ്മുടെ കണ്ടില്ലേ, കൂൺ കൃഷിയാണ്. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഉടമയാണ് പ്രിയ ഐസക്. അപ്പോൾ ഒരു നല്ല തൊഴിൽ സംരംഭമാണ്. അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാവുന്ന ഇത്തരം സംരംഭങ്ങളൊന്ന് പരിചയപ്പെടുത്തുക. എങ്ങനെയാണ് ഈ തൊഴിൽ സംരംഭത്തിൽ എത്തിച്ചേർന്നത്, അതേക്കുറിച്ചൊക്കെ നമ്മുടെ പ്രിയ ഐസക്കിനോട് ചോദിക്കാം. അപ്പോൾ ഈ സംരംഭങ്ങളെക്കുറിച്ച് ഒന്ന് വിശദമാക്കാം നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി. പ്രത്യേകിച്ച് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിനകത്തിൽ ഒതുങ്ങിക്കൂടി ജോലിയൊക്കെ ചെയ്യുന്ന അമ്മമാർക്ക് ഒരു ടൈം പാസ്, അത്ര തന്നെ. വലിയ ജോലിയില്ല, കഷ്ടപ്പാടില്ല, വെയിൽ കൊള്ളണ്ട, മഴ നനയേണ്ട, ഒന്നും വേണ്ട. കുറച്ച് സമയം നമ്മുടെ വീട്ടിലെ ജോലി കഴിഞ്ഞിട്ട് കുറച്ച് സമയം എടുത്ത് 1-2 മണിക്കൂറിനുള്ളിൽ ചെറിയൊരു ബുദ്ധിമുട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു തൊഴിൽ സംരംഭമായിട്ട് ഇത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഒരു ചെറിയ വരുമാനമാകാം, വീട്ടമ്മമാർക്ക് ഒരു സന്തോഷമാകും, മനസ്സ് റിലാക്സ് ആവും. എപ്പോഴും ഈ വീട്ടിനകത്തിൽ നമ്മൾ അടുക്കളയും കറിയും കൂട്ടാനും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇടപഴകുമ്പോൾ ഒരു ചെറിയൊരു മാറ്റം. പിന്നെ നമ്മൾ ഇതെല്ലാം എടുത്ത് വിൽക്കുന്നു. ആദ്യമേ നമ്മൾ വിത്തൊക്കെ ഉണ്ടാക്കുന്നതും കൂണ് വിരിഞ്ഞ് വരുന്നതും പിന്നീട് ഇത് വിൽക്കാൻ സാധിക്കുന്നതും അതൊക്കെ ഒരു പ്രത്യേക ഒരു ജീവിതത്തിന്റെ ഒരു അനുഭവമായിട്ട്, മനസ്സിനൊരു സന്തോഷവും ഒരു സന്തോഷവും ഒക്കെ ആയിട്ട്. അതെ അതെ അതെ, അങ്ങനെ വിചാരിച്ച് ചെയ്തു തുടങ്ങിയതാണ്. ഇപ്പോൾ തുടങ്ങിയിട്ട് 3 മാസമായത്. ക്ലാസ് ഉണ്ടായിരുന്നു പഞ്ചായത്തിൽ നിന്ന്. കൃഷി ഓഫീസർ 2 ദിവസത്തെ ക്ലാസ് തന്നിരുന്നു. കൃഷി വകുപ്പിൽ നിന്ന് നല്ല സഹായങ്ങൾ കിട്ടുന്നുണ്ട്. സബ്സിഡി കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു നിർമ്മാണ രീതി, അതൊന്ന് മനസ്സിലാക്കി കൊടുക്കുക. എനിക്ക് തോന്നുന്നു അതിന്റെ അസംസ്കൃത സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അതെ, ഇത് വന്ന് മഷ്റൂമിന്റെ പെല്ലറ്റാണ്. ഈ പെല്ലറ്റ് വന്ന് ഇത് വന്ന് മഷ്റൂമിന്റെ പെല്ലറ്റാണ്. ഇത് പെല്ലറ്റ് ഉണ്ടാക്കുന്ന വലിയ ഫാക്ടറികളുണ്ട്. ഇതിപ്പം ഞങ്ങൾക്ക് ഈ സ്പോണ്ട് വാങ്ങിക്കുന്ന ഇടത്ത് തന്നെ ഇത് കൂണിന്റെ വിത്താണ്. ഈ സ്പോൺ മേടിക്കുന്ന ആ സ്ഥലത്ത് തന്നെ ഇതിന്റെ മഷ്റൂം പെല്ലറ്റും ലഭ്യമാണ്. കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ എന്തൊക്കെയാണ് ഇത് കൊണ്ടുവന്നതിന് ശേഷം ഒരു PP കവർ ഉണ്ട്. അതായത് 100 ഡിഗ്രി വെള്ളം തിളച്ച് അത് ഉരുകി പോകാത്ത ഒരു PP കവറുണ്ട്. ആ കവറിൽ ഈ 1 കിലോ പെല്ലറ്റ് ഇട്ടതിന് ശേഷം ഈ തിളച്ച വെള്ളം 1.5 ലിറ്റർ ഒഴിച്ച്, 1.5 ലിറ്റർ വെള്ളം, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ച് നമ്മൾ 8 മണിക്കൂർ ഇത് തണുപ്പായി ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം. അതിനുശേഷം 8 മണിക്കൂറിന് ശേഷം ഈ സ്പോൺ എടുത്തതിന് ശേഷം പകുതി ഈ പെല്ലറ്റിന്റെ ഇത് നല്ലതായിട്ട് ഉടച്ച് മിക്സ് ആക്കിയതിന് ശേഷം 1.5 ലിറ്റർ വെള്ളത്തിൽ ഇതിന്റെ പകുതി ഇട്ടതിന് ശേഷം 15 ദിവസം നമ്മൾ ഇരുട്ടിനകത്തിൽ വെക്കണം. അതിനുശേഷം 15 ദിവസത്തിന് ശേഷം നമ്മൾ എടുത്ത് ഉറിയിൽ തൂക്കണം. അങ്ങനെ ഉറിയിൽ തൂക്കിയതിന് ശേഷം നമ്മൾ ചെറിയ തോതിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം എല്ലാ ദിവസവും, 2 നേരം, രാവിലെയും വൈകിട്ടും. അത് 20 ദിവസത്തിനുള്ളിൽ 20 ദിവസത്തിനുള്ളിൽ അപ്പോൾ ഇങ്ങനെ ചെറിയ മുട്ടുകൾ ഇതേ മുട്ടുകളൊക്കെ വരാൻ തുടങ്ങും. അങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യുന്നതിന്റെ സമയം കൂടുതൽ റെഡി ആയിട്ടുള്ളതാണോ? ഇതിപ്പോ എടുക്കാൻ പരുവായതാ. എത്ര ദിവസം അങ്ങനെ ഒരു ദിവസം? ഇല്ല, ആദ്യം ഫസ്റ്റ് വന്നിട്ട് ആദ്യം വരുന്നത് ഇങ്ങനെ ചെറിയ മുട്ട് വരും. ചെറിയ മുട്ട് വരും. രണ്ടാമത്തെ ദിവസം ആകുമ്പം കുറച്ചുകൂടി വലുതാവും. ഇതിപ്പോൾ 3-ാം ദിവസത്തെ കൂണാണ്. 3-ാം ദിവസത്തെ കൂണാണ്. ഇതിപ്പോ എത്ര ദിവസമായി കാണും? അത് 3-ാമത്തെ ദിവസം വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് 3 ദിവസം കഴിയുമ്പോഴാണ് നമ്മൾ വിളവെടുക്കുന്നത്. അതെ, പിന്നെ നല്ല റൂമിനകം കൂളിംഗ് ആയിരിക്കണം. എപ്പോഴും തണുപ്പുണ്ടാവണം റൂമിനകത്ത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് വിരിഞ്ഞു വരികയുള്ളൂ. ഇത് സാമ്പത്തികമായിട്ട് എങ്ങനെയാ ഒരു ലാഭത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? നമ്മൾ ഈ പെല്ലറ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ ലാഭമൊന്നും പ്രതീക്ഷിക്കേണ്ട. കച്ചിയിലൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ലാഭമൊക്കെ കിട്ടുന്നത്. ഇതിപ്പോൾ പെല്ലറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ആയി പോവും.
ഒരു നമുക്ക് പ്രത്യേകം മറ്റ് വലിയ ചെലവുകൾ ഇതിനകത്ത് വരുന്നില്ല. നമ്മുടെ വീടിനോടൊപ്പം ചേർന്ന് ചെയ്യുന്ന പ്രത്യേകിച്ച് വാടകയില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മാനസികമായ ഒരു സന്തോഷവും കൊണ്ട് നമ്മുടെ സമയം കുറച്ച് ഇടവേളകൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മൾ പബ്ലിക്കിനോട് മറ്റുള്ള വനിതകളോട് എന്താണ് പറയാനുള്ളത്? ആരെങ്കിലും സ്വയം തൊഴിൽ സംരംഭം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു 2 വാക്ക് പറഞ്ഞ് നമ്മുടെ ഈ സംരംഭത്തെക്കുറിച്ച് അവർ കൂടി എന്നെ പോലെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് നല്ലൊരു സംരംഭവുമാണ്. ഡെയിലി ഒരു 1/2 കിലോ അല്ലെങ്കിൽ 1 കിലോ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു ചെറിയ തുച്ഛമായ വരുമാനം, അത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനല്ല, നമ്മുടെ മനസ്സും ലൈഫും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. അല്ലാതെ വലിയ പണക്കാരി ആവാമെന്നൊന്നും വിചാരിക്കേണ്ട. ലൈഫ് എൻജോയ് ചെയ്യാം, അത്ര തന്നെ സന്തോഷമായിരിക്കും അന്നത്തെ ദിവസം. അത്ര തന്നെ. എനിക്ക് ഡെയിലി 1/2 കിലോ വെച്ച് കിട്ടും. 1/2 കിലോ, ചില ദിവസങ്ങളിൽ 1 കിലോ കിട്ടും. ഓക്കെ, എന്നാ സന്തോഷം. ഓക്കെ, താങ്ക് യു.